കൂട്ടുകാരെ, ഞങ്ങൾ രാത്രിത്തെ വലവലിയെല്ലാം കഴിഞ്ഞ് ബോട്ട് ആങ്കർ ചെയ്തതിന് ശേഷം രാവിലത്തെ ഫുഡ് അടിക്കാനായിട്ടുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. ഗോതമ്പ് പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ രാവിലത്തെ ഡിഷ്. ഇപ്പോൾ ഒരു 6 പാത്രത്തിൽ വിളമ്പുന്നുള്ളൂ, കാരണം 3 പേർക്ക് പഴങ്കഞ്ഞി മതി. അവരവർക്ക് ഇഷ്ടമുള്ളതാണ് അവരവർ കഴിക്കുന്നത്. രാത്രിത്തെ ചോറിൽ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് രാവിലെ പഴങ്കഞ്ഞിയും കൂട്ടി മീൻ വറുത്തായിട്ട് 3 പേര് ആ ഫുഡ് കഴിക്കുന്നു. ഞങ്ങൾ 6 പേര് പുട്ടും കടലയും കഴിക്കാനായിട്ട് ഇവിടെ വരിക്ക് നിൽക്കുകയാണ്. വെച്ച ആൾ തന്നെയാണ് ഈ വിളമ്പി തരുന്നത്. ബാക്കിയുള്ളവർ ഫുഡ് കിട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. എല്ലാ പാത്രത്തിലും ഒരേപോലെ വിളമ്പി പകുത്തതിന് ശേഷം മാത്രമേ എല്ലാവരും എടുത്ത് കഴിക്കത്തുള്ളൂ. ഇപ്പം വിളമ്പിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് പാത്രത്തിലോട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ഒരാളെടുത്ത് അങ്ങോട്ട് നീട്ടി കൊടുത്താൽ വിളമ്പുന്നതൊക്കെ എളുപ്പമാണ്. ഒരു കൈ സഹായം. ബോട്ടിലെ പണിയെന്ന് പറഞ്ഞാൽ ഒരു ഒരുമ ഐക്യം ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. പിന്നെ വീട്ടിലെ കണക്ക് നമുക്ക് കുറ്റിയിൽ പുഴുങ്ങാൻ പറ്റില്ല. ആൾ കൂടുതലായതുകൊണ്ട് ഇഡലി കുട്ടത്തിൽ വെച്ചിട്ട് ഒറ്റയടിക്ക് അങ്ങ് പുഴുങ്ങി മാറത്തേ ഉള്ളൂ. ഏകദേശം വിളമ്പി തീരാറായി. ഉള്ളതെല്ലാം കൂടെ വടിച്ച് സൈഡാക്കി മൊത്തത്തിൽ തീർക്കുക. ഇത് പഴങ്കഞ്ഞിയാണ്. 6 പേർക്ക് പുട്ടും 3 പേർക്ക് പഴങ്കഞ്ഞിയും മീൻ വറുത്തതും പിന്നെ നാരങ്ങാച്ചാറും. അതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ, കാലത്തെ പഴങ്കഞ്ഞി അടി. അത് പിന്നെ മലയാളിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. വെള്ളക്കടലയാണ്, നല്ല കുറുകിയ കടലക്കറി. ചാറ് ആവശ്യത്തിന് വേണ്ടവർക്ക് പിന്നെ ഒഴിച്ച് കഴിക്കാം. പക്ഷേ വിളമ്പുന്ന ആൾ നന്നായിട്ട് തീർത്ത് വിളമ്പിക്കൊണ്ടിരിക്കുക. വിളമ്പി തീരാറായി. പക്ഷേ നല്ലൊരു രസമുള്ള പരിപാടിയാണ്. ഇത് തലേന്നത്തെ കൊഴിയാളക്കറിയാണ്, കണ്ണി അയിലെന്ന് പറയും. ഇത് ചിക്കൻ കറി. ഇത് ഉച്ചയ്ക്ക് വെച്ച കറിയുടെ ബാലൻസ്. ഇത് ബോട്ടിലെ ഏറ്റവും പ്രായം കൂടിയ അപ്പച്ചനാണ്, പത്രോസ് അപ്പച്ചൻ. ഇത് മാറ്റി വെച്ച ആൾ തന്നെ അയാളുടെ കറി എടുത്ത് കഴിക്കുകയാണ്. 2 പീസ് ചിക്കനും കാട്ട് പുള്ളിയുടെ സൈഡിലോട്ട് മാറുന്നു. പുള്ളിയാണ് വിമല, ആളാണ് ഈ കറി വെച്ചത്. പുള്ളിക്ക് അങ്ങനെ പബ്ലിസിറ്റി ഇഷ്ടമല്ല, അതാ മുഖം മാറ്റിയ. ഇനി ഞാനും എടുത്ത് ഞാൻ നൈസായിട്ട് ഇനി മാറിപ്പോയിരുന്ന് കഴിക്കാം. എല്ലാവരും കഴിച്ചു തുടങ്ങി. വെറൈറ്റി അല്ലേ, പുട്ടും കടലയും കാലത്ത് തന്നെ.